ഡോക്ടർ മേരി ജോർജ്, ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് അടക്കം പ്രചരിപ്പിക്കുന്ന ഒരു വമ്പൻ കളവിന് നിങ്ങൾ വിദഗ്ധർ കൂട്ടുനിൽക്കുന്നുവെന്നാണ്. ഡോക്ടർ മേരി ജോർജിന് സർക്കാർ പറഞ്ഞ കാര്യങ്ങൾ ബോധ്യപ്പെട്ടോ? അതിദാരിദ്ര്യമുക്തമായി കേരളം എന്ന പ്രഖ്യാപനത്തിൽ ഇപ്പോൾ വിശ്വാസമായോ? വിശദീകരണത്തിന് ശേഷം. മിസ്റ്റർ അരുൺകുമാർ, എനിക്ക് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഒട്ടും വിശ്വാസമില്ല എന്ന് ഞാൻ പറയുന്നില്ല. അതിലൊരു പരിധി വരെ സത്യങ്ങളുണ്ട്. പക്ഷേ ആ സത്യങ്ങൾക്കപ്പുറം ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്തു തീർക്കാനുണ്ട്. അങ്ങനെ ചെയ്തു തീർക്കാനുണ്ട് എന്നുള്ളതിന് ഉത്തമമായ തെളിവ് ആദിവാസി ഗോത്ര മഹാസഭ ജാനു എന്താണ് പറഞ്ഞിരിക്കുന്നത്? സാക്ഷരതയില്ല എന്നുള്ളത് മാത്രവുമല്ല, ഇപ്പോൾ ഏതാനും വർഷങ്ങളായി, കഴിഞ്ഞ 5 വർഷമായിട്ട് ഹോസ്റ്റൽ ഫീ കൊടുക്കുന്നില്ല. ഗവൺമെൻറ്റിൽ നിന്ന് ആദിവാസികൾക്ക് ലഭ്യമാകുന്ന ഒന്നും കൊടുക്കുന്നില്ല. അത് കാരണം കുട്ടികളൊക്കെ പഠനം നിർത്തി വീട്ടിലിരിക്കുന്നു. ഈ അതിദരിദ്രർ എന്ന് പറയുന്നവർ ആഹാരം മാത്രം കിട്ടിയാൽ പോരല്ലോ, അവരെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറുക എന്ന് വെച്ചാൽ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുക എന്നതാണ്. അതിന് സാക്ഷരത മാത്രമല്ല, വിദ്യാഭ്യാസം അനിവാര്യമാണ്. അപ്പോൾ അത് നടക്കുന്നില്ല എന്ന് CK ജാനുവാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി എന്താണ് ആദിവാസി ഗോത്ര മഹാസഭയുടെ CK ജാനു പറഞ്ഞതിനും അപ്പുറത്തേക്ക് അത് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ സ്കോളർഷിപ്പുകളെ കുറിച്ചല്ലേ പറയുന്നത്? ഉന്നത വിദ്യാഭ്യാസത്തിന്റെ സ്കോളർഷിപ്പ് മറ്റൊരു വിഷയമാണ്. ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് അതിദാരിദ്ര്യത്തെ കുറിച്ചാണ്. അതെ, ഈ അതിദാരിദ്ര്യത്തെ കുറിച്ച് തന്നെ മിസ്റ്റർ ഗീതാനന്ദൻ, അദ്ദേഹവും ഈ ആദിവാസി ഗോത്ര മഹാസഭയുടെ തലപ്പത്തിരിക്കുന്ന വർഷങ്ങളായിട്ട് അതിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നേതാവാണ്. അദ്ദേഹം ഈ കേരളത്തിലെ മുഴുവൻ ആദിവാസികളെ പറ്റിയും വളരെ കൃത്യമായിട്ട് അറിവുള്ള ആളാണ്. അദ്ദേഹം എന്താ പറഞ്ഞിരിക്കുന്നത്? ആദിവാസി ഊരുകളിലൊന്നും ഇങ്ങനെ ഒരു 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 സർവേയുമായി ആരും എത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ആദിവാസികളിൽ ആരാണ് കൂടുതൽ അതിദരിദ്രർ? അത് അടിയാർ, പണിയർ, അതുപോലെ കാട്ടുനായ്ക്കർ, ചോലനായ്ക്കർ, അങ്ങനെ കുറേ പേരുണ്ട്. അതുപോലെ ഇപ്പം നമ്മുടെ ഈ തിരുവനന്തപുരത്ത് തന്നെ പാലോട്, വെള്ളറട തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ധാരാളം അതിദരിദ്രരായിട്ട്, അതായത് മിസ്റ്റർ അരുൺകുമാർ, ഞാൻ നേരിട്ട് സർവേ നടത്തി ഈ പറയപ്പെട്ട വയനാട് ജില്ലയിലാകട്ടെ തിരുവനന്തപുരം ജില്ലയിലായിട്ട് ഞാൻ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ നേരിട്ട് സർവേ നടത്തിയിട്ടുണ്ട്. അതിദരിദ്രരുണ്ടോ എന്ന് കാണാനല്ല, ഞാൻ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട ഒരു സർവേക്കാണ് പോയത്. അപ്പോഴൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട് ആദിവാസി സഹോദരങ്ങളുടെ ജീവിതം. അങ്ങനെയുള്ള 6400 പേര് ഈ പട്ടികയിലുണ്ട്. പ്രത്യേകിച്ച് ആ 6400 പേരെയും കഴിഞ്ഞ കുറച്ച് നാളുകളായി മോചിപ്പിക്കാൻ സാധിച്ചുവെന്നാണ് സർക്കാർ വാദം. അപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? CK ജാനു പറഞ്ഞിരിക്കുന്നത് അത് 5% ഓഫ് ട്രൈബൽസ്, അതിദാരിദ്ര്യത്തിലുള്ള ട്രൈബൽസിൻ്റെ 5% മാത്രമാണ് ഈ 6000-ൽ വന്നിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പൊ അവിടെയാണ് ഡോക്ടർ മേരി ജോർജ് നമുക്ക് ചില ആശങ്കകൾ ഉണ്ടാവുന്നത്. ഞാൻ ഇടയ്ക്ക് ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയാണ് ഇടപെടുന്നത്. കാരണം ഈ ആദിവാസി വിഭാഗങ്ങൾക്കിടയിലെ 1 ലക്ഷത്തിലധികം വരുന്ന ആദിവാസി കുടുംബങ്ങളിലെ 6400 പേര് മാത്രമാണ് ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത് എന്നതാണ് ഡോക്ടർ മേരി ജോർജും ഒരു അപാകതയെ കാണുന്നത്. 6 ലക്ഷത്തോളം വരുന്ന ആദിവാസി കുടുംബങ്ങൾ, 6 ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങളല്ല, 6 ലക്ഷത്തോളം വരുന്ന ആദിവാസികൾ. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ, അതായത് കേരളത്തിലെ ആദിവാസികളിൽ ഏറ്റവും കൂടുതൽ 42% ഉള്ളത് വയനാട് ജില്ലയിലാണ്. ആ വയനാട് ജില്ലയിൽ നിന്ന് തന്നെ വരുന്ന ഒരു മണികണ്ഠൻ, വളരെ പ്രഗത്ഭനായ ഒരു സംവാദകനാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ പറയുന്നത് ഞാൻ കേട്ടു. ആ വയനാട്ടിലെ ഒരു സ്ഥലങ്ങളിലേക്ക്, ഒരു ഊരുകളിലും ഉന്നതി എന്ന് പേരിട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഉന്നതികളൊക്കെ വെറും ഊരുകളായി, ദരിദ്ര ഊരുകളായി കഴിയുകയാണ്. അവിടെ എവിടെയും ചെന്നിട്ടില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കുകളെ എന്തിനു അവിശ്വസിക്കണം? എന്തിന് ജാനുവിനെയും ഗീതാനന്ദനെയും ഡോക്ടർ മേരി ജോർജ്, എന്റെ ഒരു സംശയം ഇതാണ്, കഴിഞ്ഞ 48 മണിക്കൂറായി പ്രഖ്യാപനം വന്നു കഴിഞ്ഞിട്ട് 36 മണിക്കൂറായി, പ്രഖ്യാപനത്തിന് തയ്യാറെടുക്കുന്നത് അറിഞ്ഞിട്ട് 48 മണിക്കൂറായി. ഞങ്ങളടക്കമുള്ള മാധ്യമങ്ങളും നമ്മളെല്ലാവരും പരിശ്രമിക്കുന്നുണ്ട്. ഇത്തരത്തിൽ അതിദാരിദ്ര്യത്തിൽ ഒരു സ്കീമിന്റെയും ഗുണഭോക്താക്കളല്ലാതെ, ഒരു തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള വരുമാനവുമില്ലാതെ, പരാശ്രയമില്ലാതെ കഴിയാൻ കഴിയാത്ത ആളുകളെ
പ്രത്യേകിച്ച് ആദിവാസി വിഭാഗങ്ങളിൽപ്പെട്ടുള്ളവരെ ഇതുവരെയും നമുക്ക് കാട്ടിക്കൊടുക്കാൻ പറ്റുന്നില്ല. ഡോക്ടർ മേരി ജോർജ്, ഇവരൊക്കെ പറഞ്ഞിട്ട് പോകുന്നു എന്നതിനും അപ്പുറത്തേക്ക് ഇപ്പം നമ്മളെപ്പോലുള്ള മാധ്യമങ്ങളെ അവർ സമീപിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ പോയി അത് കവർ ചെയ്യും. അപ്പോൾ ഇതൊന്നും കാണിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഈ വിമർശനത്തിനൊരു പരിമിതിയായി മാറുന്നുണ്ടോ? അതാ, അപ്പോൾ മിസ്റ്റർ അരുൺകുമാർ, ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ. ഇവരാരെങ്കിലും, അതായത് അസംബ്ലിയിൽ ഇരിക്കുന്ന 140 MLA-മാരുമായിട്ട് പോലും സംവദിച്ചിട്ടില്ല ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തിയെന്ന് പ്രഖ്യാപിക്കാൻ പോകുന്നുവെന്നോ അത് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് അതിൽ നിങ്ങളുടെയൊക്കെ ശ്രദ്ധ വേണം, നിങ്ങളുടെയൊക്കെ സംഭാവന വേണം എന്ന് നമ്മുടെ അസംബ്ലിയിൽ ആരും ഇതുവരെ ഈ കഴിഞ്ഞ 5 വർഷങ്ങളിലും അസംബ്ലിയിൽ ആവശ്യപ്പെട്ടിട്ടില്ല. അല്ല ഡോക്ടർ മേരി ജോർജ്, ഇത് 2021 മെയ് 18 പരിപാടി ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഇതെല്ലാവരും അറിഞ്ഞതാണ്. കഴിഞ്ഞ വർഷം ഇനി 1 വർഷം മാത്രമേ ബാക്കിയുള്ളൂ. ഈ 2023 തന്നെ 57% ദരിദ്രമുക്തമായി എന്ന് പ്രഖ്യാപിച്ചതാണ്. എറണാകുളം ജില്ല സമ്പൂർണ്ണ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിച്ചതാണ്. എറണാകുളം ജില്ലയുടെ ഡിവിഷൻ കോൺഗ്രസിലെ അംഗമാണ് ഭരിക്കുന്നത്. ഇത് കഴിഞ്ഞ ഓരോ നാളുകളിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ UDF-ന്റെ പഞ്ചായത്തുകളിലടക്കം നടക്കുന്നുണ്ട്. ഡോക്ടർ മേരി ജോർജ് മാം. അതെ, അത് തന്നെ എനിക്ക് മിസ്റ്റർ അരുൺകുമാറിൻ്റെ ആത്മാർത്ഥതയിൽ നല്ല വിശ്വാസവും സന്തോഷമുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ആദിവാസി ഊരുകളിലേക്ക് കടന്നു ചെന്ന് ഈ പറയപ്പെട്ട, ഞാൻ പറഞ്ഞ ഗോത്രമഹാസഭയെ തന്നെ ഇതിലൊന്ന് ഇൻവോൾവ് ചെയ്യിക്കാതിരുന്നത്? നമുക്കറിയാം ഈ നായ്ക്കറും അവരൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ ഒരു സർവേയറും തയ്യാറാവില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അങ്ങനെയുള്ളവരെ കണ്ടെത്താൻ വേണ്ടി അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ മിടുക്കരായവരുണ്ട്. IAS കിട്ടിയവർ വരെ ഉണ്ടല്ലോ ആദിവാസികളുടെ കൂട്ടത്തിൽ. പക്ഷേ ആദിവാസികളുടെ കൂട്ടത്തിൽ നിന്ന് IAS കിട്ടിയവരുണ്ടെന്നോ അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിൽ നിന്ന് ക്രിക്കറ്റ് കളിക്കുന്നവരുണ്ടെന്നോ പറഞ്ഞതുകൊണ്ട് മാത്രം അവരുടെ ആ വർഗം മുഴുവനും ദാരിദ്ര്യമുക്തരായി എന്ന് വരുന്നില്ല. അപ്പോൾ ആ അടിത്തട്ടിൽ കിടക്കുന്നവരെ കണ്ടെത്താനായിട്ട് ഇത്തരം ഈ സഭകളെ, അവരുടെ തന്നെ സഭകളെ കൂട്ടുചേർത്ത് ഈ സർവേസ് നടത്തിയിരുന്നെങ്കിൽ അതാത് പഞ്ചായത്തുകളിലെ അതാത് സമിതികൾ ഇത് ചർച്ച ചെയ്തിരുന്നല്ലോ. ഈ ഉന്നതികൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലെ ഗ്രാമസഭകൾ ഈ വിഷയത്തിൽ ആഴത്തിൽ പഠിച്ചിരുന്നല്ലോ. അവിടെ ചില ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷനുകൾ നടന്നിരുന്നല്ലോ. അതെല്ലാം ഈ ആദിവാസി ഗോത്രമഹാസഭയിലെ ആളുകളും ഒരുപക്ഷെ അതിലൊക്കെ പങ്കാളികളാകേണ്ടതായിരുന്നില്ലേ? ഗ്രാമസഭയിൽ പോവാതെ ഗ്രാമസഭയിൽ നടന്ന ചർച്ചയിൽ നടന്ന വിഷയം ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയുന്നതിൽ കാര്യമില്ലല്ലോ ഡോക്ടർ മേരി ജോർജ്. അല്ല, അറിഞ്ഞില്ല എന്ന് അവർ പറയണേ. അവരെ അറിയിക്കാൻ കടപ്പെട്ട പഞ്ചായത്തുകൾ അത് അറിയിച്ചിരുന്നില്ലെങ്കിൽ അത് ആദിവാസി മഹാസഭയുടെ കുഴപ്പമല്ല, പഞ്ചായത്ത് ഭരണസമിതിയുടെ കുഴപ്പമാണ്. ചെയ്യേണ്ട കാര്യങ്ങൾ, അതായത് ഇപ്പം നമുക്കറിയാം സംസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ തൊട്ട് ചെയ്യേണ്ട കാര്യങ്ങളല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്, ചെയ്യരുതാത്ത കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ CAG റിപ്പോർട്ട് എടുത്ത് നോക്കണം. ഓരോ കാര്യത്തിനും വരുന്ന ഫണ്ടുകൾ വകമാറ്റി ചെലവഴിക്കുന്ന ഒരു ഗവൺമെന്റിനെ നിശ്ചിതമായി വിമർശിക്കുന്ന ഡോക്ടർ മേരി ജോർജ് മാഡത്തിലേക്ക് വരാം. ഡോക്ടർ മേരി ജോർജ് മാം ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, അതിലൊരു സാമ്പിളായിട്ടൊരു കേസ് സ്റ്റഡി ആയിട്ട് മുന്നോട്ട് വയ്ക്കുന്നത് ഈ ആദിവാസി വിഭാഗങ്ങളിൽ 6400 പേർ മാത്രമേ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളൂ. എന്തുകൊണ്ട് ഗോത്രമഹാസഭ അടക്കമുള്ള സംഘടനകളുമായും അവിടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ട്രൈബൽ പ്രൊമോട്ടർമാരുമായിട്ടും എന്തുകൊണ്ട് നേരിട്ട് ചർച്ച നടത്തി അവരിൽ നിന്നൊരാളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ വിഷയം അവരുടെ വിശ്വാസത്തിൽ എടുത്തില്ല എന്നൊരു സംശയമാണ് ഡോക്ടർ മേരി ജോർജ് മാം ഉന്നയിക്കുന്നത്. ഞാൻ തീർച്ചയായിട്ടും അടുത്ത ഘട്ടത്തിൽ മാഡത്തിലേക്ക് മടങ്ങി വരാം. അതിനുള്ള മറുപടി CPM പ്രതിനിധി നൽകട്ടെ. Debate with Dr. Arun Kumar.